ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ അതോ അല്ലെങ്കിൽ ബീഫ് ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാലേ ഒരു സ്പെഷ്യൽ മീൽ കഴിച്ച ഫീൽ നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാകൂലേ. ഇന്ന് ഞാൻ ഇതൊന്നും ഇല്ലാതെ ചോറിലേക്കും ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം ഇതിലേക്കൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഒരു സ്പെഷ്യൽ കറി ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാറുള്ള ബേണ്ടി മസാല, അതായത് വെണ്ടയ്ക്ക മസാല കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. സ്പെഷ്യൽ ആണെങ്കിലും വീട്ടിലുള്ള സ്ഥിരം സാധനങ്ങളൊക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സെയിം മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വെണ്ടയ്ക്ക പോലുള്ള വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമില്ലാത്ത ആർക്കും ഈ കറി തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ഒരുപാട് വെജും നോൺ വെജും ആയിട്ടുള്ള റെസിപ്പികൾ ഇനിയും ജാഷീസ് കുക്ക് ബുക്കിൽ നിങ്ങൾക്ക് കാണാനും പരീക്ഷിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുവരെ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടെ ഞാൻ അധികം മൂപ്പ് വരാത്ത നല്ല ചള്ള് വെണ്ടയ്ക്ക നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ചെറുതാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗവും വാൽഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മുഴുവനായിട്ട് തന്നെ എടുക്കാം. വലുത് നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ 2 പീസായി കട്ട് ചെയ്യാം. ഇപ്പം ഞാനിത് മുഴുവനായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 350 ഗ്രാം ഉണ്ടാകും. അടുത്തതായി ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഈ ഒരു വലുപ്പത്തിൽ 3 സബോളയും എരിവിനനുസരിച്ച് പച്ചമുളകും വേണം. സബോള ഒന്ന് ചോപ്പ് ചെയ്തും പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായി ചൂടായാൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്കയിലെ വെള്ളം നല്ല പോലെ വാർന്ന് നന്നായി ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഓയിലിലേക്ക് ചേർക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം വെണ്ടയ്ക്കയിൽ ഉണ്ടായാൽ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. മാത്രമല്ല കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കഴുകാൻ ശ്രദ്ധിക്കണേ. അരിഞ്ഞതിന് ശേഷം കഴുകിയാൽ വെണ്ടയ്ക്കയുടെ ഉള്ളിലൊക്കെ വെള്ളം കയറി പിന്നെ വെള്ളം വാർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴാ ഇതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. കൂടുതലായി അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ ഓയിലിൽ 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് മൂപ്പായി വരുമ്പോൾ നമുക്കിതിലേക്ക് കായപ്പൊടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, കുറേയൊന്നും വേണ്ട, വെറും 1/4 ടീസ്പൂൺ മതിയാകും. ഇതിൻ്റെ മണം തീരെ പറ്റാത്തവരുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ്മെല്ല് മാറിയാൽ മാത്രം പോരാട്ടോ. കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നല്ല പോലെ വഴറ്റി തന്നെ വേണം. ഇതാ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും പിന്നെ പച്ചമുളകും ചേർക്കാം. ഞാൻ അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 3 സബോള എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണ്ട, അതുപോലെ തന്നെ ഗ്രേവിക്ക് അധികം തിക്നെസ് വേണ്ട എന്നുണ്ടെങ്കിൽ 2 സബോള മതിയാകും. അപ്പോൾ സബോള കുറവാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ബാക്കി ചേരുവകളും കുറച്ച് മാത്രം എടുക്കുക. സബോള ഉള്ളത് ഗ്രേവിയിൽ അറിയാൻ പറ്റാത്ത അത്രയും സോഫ്റ്റ് ആവുന്നത് വരെ കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് വഴറ്റാം. ഇപ്പം സബോള അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയാണ് നമുക്ക് പൊടികളായിട്ട് വേണ്ടത്. പൊടികൾ നല്ല പോലെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം. അധികം പഴുക്കാത്ത തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ പിങ്ക് കളറിലിരിക്കുന്നത്. ഇനി തക്കാളിയുടെയും പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് നല്ലോണം വഴറ്റാം. നേരത്തെ പറഞ്ഞ പോലെ സബോള 2 എണ്ണം എടുക്കുന്നുള്ളെങ്കിൽ 1 തക്കാളി മതിയാകും. ഇപ്പോഴത്തെ തക്കാളിയൊക്കെ നന്നായി വഴന്ന് മസാല നല്ല പേസ്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പുളിയില്ലാത്ത തൈര് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം.
അതിനൊപ്പം തന്നെ നമ്മൾ തക്കാളി അരച്ച മിക്സിയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി കുലുക്കിയതിന് ശേഷം അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ തക്കാളി അരച്ച് ചേർത്തില്ല, അതിൻ്റെ കൂടെ തന്നെ ചേർത്തോട്ടാ. ഞാനപ്പോൾ ചേർക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം. തൈര് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകും. ഗ്രേവി ചെറുതായൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായി വെണ്ടയ്ക്കയിൽ പിടിച്ചോളൂ. അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്നു വെച്ച് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ 2-3 മിനിറ്റ് കൂടെ ഗ്രേവി ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഇതാ ഗ്രേവി ഒന്ന് കൂടെ കുറുകി എണ്ണ നന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലുള്ള കറികളിൽ ടേസ്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ പഞ്ചസാര നിർബന്ധമാണ്. അത്യാവശ്യം പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കേണ്ടി വരും, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ. മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. സെർവ് ചെയ്യുന്നതിന് മുന്നേ 5-10 മിനിറ്റ് അങ്ങനെ അനക്കാതെ വെച്ചതിന് ശേഷം പിന്നെ സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി വെണ്ടയ്ക്ക കൊണ്ട് സ്ഥിരം വെക്കുന്ന ഉപ്പേരി, പച്ചക്കറി ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസത്തിൽ ഇതുപോലെ ഒരു മസാലക്കറി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും.